ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് കോഷി ഊളർ ഇക്വേഷൻ ആണ്. ഇത് ചോദിച്ചിട്ടുണ്ട്, രണ്ട് മാർക്കിനോ 3 മാർക്കിനോ ചോദിച്ചിട്ടുണ്ട്, എന്താണ് കോഷീസ് ഊളർ ഇക്വേഷൻ എന്ന്. അപ്പോൾ എന്താണ് കോഷീസ് ഊളർ ഇക്വേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഏത് എഴുതി വെക്കുക? അതാ ഇത് എഴുതി വെക്കുക കേട്ടോ. ഈ ഇക്വേഷൻ മാത്രം എഴുതിയാൽ പോരാ, ഇവിടെ A0 A1 AN-1 ആ സംഭവം എന്താണെന്ന് എഴുതണം. അതേപോലെ തന്നെ ജി എന്ന് പറയുന്നത് എന്താണെന്നും എഴുതണം. ജസ്റ്റ് ഞാൻ ഒന്ന് വായിച്ചു തരാം. AN(x)n d(n)y ഡിവൈഡഡ് ബൈ dx(n) പ്ലസ് AN-1 x(n-1 d(n-1y ഡിവൈഡഡ് ബൈ dx(n-1) പ്ലസ് എക്സെട്ര പ്ലസ് A1x dy by dx പ്ലസ് A0y ഈസ് ഈക്വൽ ടു g of x where A0 A1 etc n-1 an are constants and g is continuous function of x is called Cauchy's Euler equation. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? Cauchy's Euler equation. അപ്പോൾ ഈ ഇക്വേഷൻ എന്താണെന്ന് നിങ്ങളോട് ചെറിയ മാർക്കിന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് എഴുതി വെക്കുക. ചിലപ്പോൾ നിങ്ങളോട് ഇതിൻ്റെ സെക്കൻഡ് ഓർഡർ തേർഡ് ഓർഡർ ഒക്കെ ചോദിക്കുകയാണെങ്കിൽ n വരെ ഉള്ളതാണ് ഇത്. മനസ്സിലാകുന്നുണ്ടോ? n വരെ ചോദിച്ചാൽ ഇവിടെ എഴുതി വെക്കുക. ഇനി ഇത് അങ്ങനെ ഒന്നും പറയുന്നില്ലെങ്കിൽ നിങ്ങൾ ഇത് എഴുതി വെച്ചാൽ മതി. ഇനി ഫസ്റ്റ് ഓർഡർ ആണ് ചോദിക്കുന്നതെങ്കിലോ A1 വരെ വരും, സെക്കൻഡ് ആണെങ്കിലോ ഇതിൻ്റെ കൂടി ഒരു A2 വരെ വരും. അപ്പം അങ്ങനെ നോക്കിയിട്ട് എഴുതി വെക്കുക. എന്താണെങ്കിലും അറിയുന്നത് എഴുതി വെക്കുക. ഇനി നമ്മൾ ഈ ഒരു കോഷീസ് ഊളർ ഇക്വേഷൻസിൽ പഠിക്കാൻ പോകുന്നത്, അപ്പം നമ്മൾ എന്താ കോഷീസ് ഊളർ ഇക്വേഷൻ എന്ന് കണ്ടില്ലേ? ഇതാ ഇവിടെ ഞാൻ എഴുതിയിട്ടുള്ളത്, ഇതൊരു സെക്കൻഡ് ഓർഡർ കോഷി ഊളർ ഇക്വേഷൻ്റെ സ്റ്റാൻഡേർഡ് ഫോമാണ്. ഇതൊരു തേർഡ് ഓർഡറിൻ്റെ സ്റ്റാൻഡേർഡ് ഫോമാണ്. അപ്പോൾ നമുക്കിത് സെക്കൻഡും തേർഡും ഹയർ ഓർഡറും ഒക്കെ സോൾവ് ചെയ്യാം. കോഷീസ് ഊളർ ഇക്വേഷൻ ഇപ്പോൾ പറയാൻ പോകുന്ന മെത്തേഡ് വെച്ച് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം, നമ്മളിതിൽ 2 രീതിയിൽ സോൾവ് ചെയ്യാൻ പോകുന്നുണ്ട്. അതായത് ഈ കോഷീസ് ഊളർ ഇക്വേഷൻ നമുക്ക് ഹോമോജീനിയസ് ആയിട്ടും തരും. എന്താ ഹോമോജീനിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈക്വൽ ടു 0 ആയിട്ടും തരും. എന്നാൽ നോട്ട് ഈക്വൽ ടു 0, അതായത് നോൺ ഹോമോജീനിയസ് ആയിട്ടും തരും. മനസ്സിലാവുന്നുണ്ട്? അതായത് ഡിഫറൻഷ്യൽ ഈ കോഷീസ് ഊളർ ഇക്വേഷൻ 2 രീതിയിൽ തരും. അപ്പുറത്ത് ഈക്വൽ ടു 0 വരുന്ന രീതിയിലും ഇനി ഈക്വൽ ടു എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ വരുന്ന രീതിയിലും തരും. അപ്പോൾ 2 രീതിയിലും സോൾവ് ചെയ്യാൻ നമ്മൾ അറിഞ്ഞിരിക്കണം. അതിൽ നമ്മൾ ആദ്യം പറയുന്നത്, ഒരു കോഷീസ് ഊളർ ഇക്വേഷൻ ഒരു ഹോമോജീനിയസ് ആണെങ്കിൽ എങ്ങനെ സോൾവ് ചെയ്യാം, അതാണ് നമ്മൾ ആദ്യം പറയുന്നത്. അപ്പം ഹോമോജീനിയസ് ആണെങ്കിൽ ഇതല്ലേ സ്റ്റാൻഡേർഡ് ഫോം. നോൺ ഹോമോജീനിയസ് ആണ് ഒന്നുമില്ല, നിങ്ങളിവിടെ ഒരു R(x) അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. അത്രയേ ഉള്ളൂ, വേറെ ഒരു മാറ്റവും ഇല്ല. ക്ലിയർ ആവുന്നുണ്ടല്ലോ? അപ്പം ഹോമോജീനിയസ് ആണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് സോൾവ് ചെയ്യാൻ പോകുന്നതെന്നാണ് പഠിക്കാൻ പോകുന്നത്. അതിന് നിങ്ങൾ ഈ സ്റ്റാൻഡേർഡ് ഫോം അറിഞ്ഞിരിക്കണം. എങ്കിലേ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ കാണുമ്പം ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. കോഷീസ് ഊളർ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, y" ആണെങ്കിൽ കൂടെ x² ഉണ്ടാവും, y" ആണെങ്കിൽ കൂടെ ആരുണ്ടാകും? x³ ഉണ്ടാകും. ക്ലിയർ ആവുന്നുണ്ടോ? അതുപോലെ y' കൂടെ എന്തുണ്ടാകും? x, y" ആണ് ഇവിടെ x², ഇവിടെ y-യും, ഇവിടെ y' ആണെങ്കിൽ x-ഉം, ഇവിടെ ഒരു y-യും സംതിങ് എന്തെങ്കിലും ഒരു P3 of x വരും. അപ്പം ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് ഹോമോജീനിയസ് ആയിട്ടുള്ള കോഷീസ് ഊളർ ഇക്വേഷൻ എങ്ങനെ സോൾവ് ചെയ്യാമെന്നാണ്. അതിന് നിങ്ങൾ ഇത് പഠിച്ചു വെക്കണം. അതായത് നമ്മൾ ആദ്യം ചെയ്ത് നമുക്കൊരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ തരുമ്പോൾ നമുക്കതിൽ y' ഉണ്ടാകും, y ഉണ്ടാകും, y" ഉണ്ടാകും. ഇനി y" ആണെങ്കിൽ y" ഉണ്ടാകും. അപ്പം എല്ലാ പ്രോബ്ലത്തിലും അതിന് പകരം നിങ്ങൾ ആദ്യം തന്നെ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണം. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഒന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ നമുക്ക് കിട്ടും. ക്ലിയർ ആവുന്നുണ്ടോ? ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ നമുക്ക് കിട്ടും. ഒരു കാര്യം ചെയ്യാം, പ്രോബ്ലം ചെയ്യുമ്പം നിങ്ങൾക്ക് ക്ലിയർ ആയിക്കോളും. നമുക്ക് ഒരു കാര്യം ചെയ്യാം, ഫസ്റ്റ് തന്നെ ഒരു പ്രോബ്ലം അങ്ങോട്ട് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോ. ഫൈൻഡ് ദി ജനറൽ സൊല്യൂഷൻ ഓഫ് x² y" മൈനസ് 4xy' പ്ലസ് 6y ഈക്വൽ ടു 0 വേർ x ഗ്രേറ്റർ ദാൻ 0. അപ്പം ഞാൻ ചോദ്യത്തിൽ തന്നിട്ടുള്ള ഇക്വേഷൻ എഴുതി. കണ്ടാൽ തന്നെ അറിയാം എന്താണ്? ഹോമോജീനിയസ് ആണ് അല്ലേ? ഇനി ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു കോഷീസ് ഊളർ ഇക്വേഷൻ്റെ സ്റ്റാൻഡേർഡ് ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. എന്താണ്? x² y"ൻ്റെ കൂടെ എന്ത് വരും? x² വരും അല്ലേ? ഇവിടെ y"ൻ്റെ കൂടെ x² ഉണ്ട്. പിന്നെയോ y' കൂടെ സം P of x ഇൻറ്റു x വരും ഇല്ലേ? y' കൂടെ ഒരു 4x ഇല്ലേ? അപ്പോൾ അതും കറക്റ്റാണ്. പിന്നെ Q of x ഇൻറ്റു y അല്ലേ? ഇവിടെ Q of xന് പകരം എന്താണ്? 6 ആണ്. അപ്പോൾ ഇതെന്താണ്? ഒരു കോഷീസ് ഊളർ ഇക്വേഷൻ ആണ്. അപ്പോൾ ഇങ്ങനത്തെ സ്റ്റാൻഡേർഡ് ഫോം പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് കമ്പയർ ചെയ്ത് ഇത് ആ ഇക്വേഷൻ തന്നെയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതെന്താണെന്നറിയാം? കോഷീസ് ഊളർ ഇക്വേഷൻ ആണ്. ഇനി ഇതെങ്ങനെയാണ് സോൾവ് ചെയ്യാമെന്ന് പറഞ്ഞുതരാം. എല്ലാ പ്രോബ്ലത്തിലും ഈ ഒരു സ്റ്റെപ്പ് തന്നെയാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ടത്, yക്ക് എന്ത് കൊടുക്കുക?
എക്സ് റേസ് ടു എം കൊടുക്കുക. വൈ ഡാഷിന് നിങ്ങൾ എന്ത് കൊടുക്കുക? എം ഇൻറ്റു എക്സ് റേസ് ടു എം മൈനസ് 1 കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ഇത്രയും ഓർത്ത് വെച്ചാൽ മതി. കോഷീസ് ഓളർ ഇക്വേഷൻ ആണെങ്കിൽ വൈക്ക് എക്സ് റേസ് ടു എം കൊടുക്കുക. അത്രയും ഓർത്ത് വെച്ചാൽ മതി. കാരണം എക്സ് റേസ് ടു എം ആണ് വൈ എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വൈ ഡാഷും വൈ ഡബിൾ ഡാഷും ഒക്കെ അതിനെ ഡിഫറൻസിയേഷൻ ചെയ്താൽ കിട്ടുമല്ലോ. നമ്മൾ ഇതിനെ ഡിഫറൻസിയേഷൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. എം ഇൻറ്റു എം മൈനസ് 1 ഇൻറ്റു എക്സ് റേസ് ടു എം മൈനസ് 2 കിട്ടിയല്ലോ. ഇനി ഇത് ഈ ഇക്വേഷനിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. എക്സ് സ്ക്വയർ ഇൻറ്റു വൈ ഡബിൾ ഡാഷിന് എന്താ? എം ഇൻറ്റു എം മൈനസ് 1 ഇൻറ്റു എക്സ് റേസ് ടു എം മൈനസ് 2 മൈനസ് 4x ഇൻറ്റു വൈ ഡാഷ് എന്താണ്? എം ഇൻറ്റു എക്സ് റേസ് ടു എം മൈനസ് 1 പ്ലസ് 6 ഇൻറ്റു വൈ എന്താണ്? എക്സ് റേസ് ടു എം ഈക്വൽ ടു 0. ഇനിയോ നമുക്ക് എന്തറിയാം? എക്സ് റേസ് ടു എൻ ഇൻറ്റു എക്സ് റേസ് ടു എം എന്താണ്? എക്സ് റേസ് ടു എൻ പ്ലസ് എം ആണ്. അപ്പം എക്സ് സ്ക്വയർ ഇൻറ്റു എക്സ് റേസ് ടു എം മൈനസ് 2 എങ്ങനെ എഴുതാം? ഇത് രണ്ടും കൂടി കൂട്ടി എഴുതിക്കൂടെ? 2 പ്ലസ് എം മൈനസ് 2 എന്ന് എഴുതാമല്ലോ. ഈ മൈനസ് 2 പ്ലസ് 2 കട്ടായി പോയി എന്താ വരിക? എക്സ് റേസ് ടു എം. അപ്പം ഈ എക്സ് സ്ക്വയറും എക്സ് റേസ് ടു എം മൈനസ് 2 കൂടി എന്തായിപ്പോയി? എക്സ് റേസ് ടു എം ആയിപ്പോയി. എം ഇൻറ്റു എം മൈനസ് 1 മൈനസ് ഇവിടെ ഒരു എക്സ് ഉണ്ട് അല്ലേ? ഇതാ ഈ എക്സും ഈ എക്സ് റേസ് ടു എം മൈനസ് 1 ഇവിടെ എക്സിൻ്റെ മേലെ ഒന്നുമില്ല. അതിൻ്റെ അർത്ഥം അവിടെ എന്താ ഉള്ളതെന്നാണ്? 1 ആണുള്ളത്. അപ്പോൾ ഇത് രണ്ടും കൂടി എങ്ങനെ എഴുതാം? എം മൈനസ് 1 പ്ലസ് ഈ 1. ഇനി ഈ 1 മൈനസ് 1 ക്യാൻസലായിപ്പോയി. അവിടെ എന്താ ഉള്ളത്? എക്സ് റേസ് ടു എം. ബാക്കി ഇവിടെ എന്താ ഉള്ളത്? ഒരു 4m പ്ലസ് 6 എക്സ് റേസ് ടു എം. നമ്മളിങ്ങനെ ചെയ്യുന്നതിലൂടെ ഉദ്ദേശിക്കുന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇങ്ങനെ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യുന്ന സമയത്ത് ഇതിപ്പോൾ നമുക്ക് മിക്ക പ്രോബ്ലത്തിലും ഇങ്ങനെ എക്സുകൾ വരുന്നില്ലേ? ഈ എക്സ് എല്ലാം കൂടി കൂടി ചേർന്ന് എക്സ് റേസ് ടു എം ആകും. മിക്ക പ്രോബ്ലത്തിലും ഇങ്ങനെയാണ് വരുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ? നിങ്ങൾ ഇനി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ കണ്ടോ ഈ എക്സ് സ്ക്വയർ ഇത് രണ്ടും കൂടി ഇവിടെ എക്സ് റേസ് ടു എം ആയി. അതായത് എക്സിൻ്റെ എക്സ് റേസ് ടു എം മാത്രമായിട്ട് വരും നമ്മളിത് ചെയ്ത് വരുമ്പം. എന്നിട്ട് നമ്മൾ ചെയ്യുന്നത് ഇതിനെ നമ്മൾ ഇതിൽ നിന്ന് പുറത്താക്കും. എന്ത് ചെയ്യുക? ഇവിടെയൊക്കെ എക്സ് റേസ് ടു എം ഉണ്ട്, ഞാൻ പുറത്തെടുത്തു. ഇത് എക്സ് റേസ് ടു എം പോയാൽ പിന്നെ എന്താ ഉള്ളത്? എം ഇൻറ്റു എം മൈനസ് 1. ഇവിടെ എക്സ് റേസ് ടു എം പോയാൽ പിന്നെ ഇവിടെ എന്താ? മൈനസ് 4m. എക്സ് റേസ് ടു എം പോയാൽ പിന്നെ അവിടെ ഉള്ളത് 6 ഈക്വൽ ടു 0. ഇനി ഇതിനെ ഇവിടെ നിന്ന് പോക്കാൻ എന്ത് ചെയ്താൽ മതി? ഇതിനെ അങ്ങോട്ട് കൊണ്ടുപോയാൽ എന്താകും? എം ഇൻറ്റു എം മൈനസ് 1 മൈനസ് 4m പ്ലസ് 6 ഈക്വൽ ടു 0 ഡിവൈഡഡ് ബൈ എക്സ് റേസ് ടു എം. അതെന്ത് തന്നെയാണ്? 0 ആണ്. അപ്പോൾ ഇങ്ങനെ കിട്ടിയല്ലോ നമുക്ക്. ഇനി ഇതിന് ഇൻറ്റു ചെയ്യാം. എം ഇൻറ്റു എം എന്താണ്? എം സ്ക്വയർ. എം ഇൻറ്റു മൈനസ് 1 മൈനസ് എം മൈനസ് 4m പ്ലസ് 6 ഈക്വൽ ടു 0. ഇനിയോ മൈനസ് എം മൈനസ് 4m എത്രയാണ്? അതായത് ഇതിൻ്റെ കോയിഫിഷ്യൻറ്റ് തമ്മിൽ കൂട്ടിയാൽ മതി. ഇവിടെ എമ്മിൻ്റെ കൂടെ എന്താ ഉള്ളത്? -4 അല്ലേ? ഇവിടെ എമ്മിൻ്റെ കൂടെ എന്താ ഉള്ളത്? ഒന്നും കാണുന്നില്ല. അതിൻ്റെ അർത്ഥം എന്താണ്? -1. -4 -1 എന്താണ്? -5. രണ്ട് മൈനസ് വന്നു കഴിഞ്ഞാൽ തന്നിരിക്കുന്ന നമ്പർ തമ്മിൽ കൂട്ടിയതിന് ശേഷം മൈനസ് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ -5. ഇനി ഇതിൻ്റെ കൂടെയുള്ള സാധനം അങ്ങ് എഴുതി കൊടുക്കാം. അപ്പോൾ ഇത് രണ്ടും കൂടി കൂട്ടിയാൽ നമുക്ക് എന്താ കിട്ടുക? -5m. ഇവിടെ എന്താ ഉള്ളത്? m². ബാക്കിയുള്ള 6 ഈക്വൽ ടു 0. ഇപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ കിട്ടിയില്ലേ? ഇനിയാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്, ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ കിട്ടിയതിന് ശേഷം നിങ്ങൾ ഇതിൻ്റെ റൂട്ട് കണ്ടുപിടിക്കുക. റൂട്ട് കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് അറിയാമല്ലോ, -b ± വെച്ചിട്ട് ചെയ്താൽ മതി. എന്താ ഈ റൂട്ട് കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് അറിയാമല്ലോ, അത് അതുപോലെ ചെയ്യാം. അപ്പോൾ ഞാൻ റൂട്ട് കണ്ടുപിടിച്ചപ്പം എനിക്ക് 2 റൂട്ട് കിട്ടി, 3ഉം 2ഉം. ഇനിയാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്, നമ്മൾ മുന്നേ ഹോമോജീനിയസ് സോൾവ് ചെയ്തപ്പം കുറച്ച് കേസ് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? അതേപോലെ തന്നെ ഇവിടെയും നമുക്ക് കുറച്ച് കേസ് വരുന്നുണ്ട്. അതായത് നമ്മൾ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ, ഒരു കോഷീസ് ഊളർ ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ കണ്ടുപിടിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? റൂട്ട്സ് കണ്ടുപിടിക്കും. ആ റൂട്ട്സ് കണ്ടുപിടിച്ചിട്ട് വരുന്ന നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് കേസാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം. ക്ലിയർ ആവുന്നുണ്ടോ? അതായത് നമുക്കിതാ ഇവിടെ 3 കേസ് ഉണ്ട്. ഫസ്റ്റ് കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന റൂട്ട് രണ്ടും റിയലും ഡിഫറൻറ്റുമാണെങ്കിൽ നമ്മുടെ സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതായിരിക്കും. രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന റൂട്ട് രണ്ടും ഈക്വലും റിയലും ആണെങ്കിൽ സൊല്യൂഷൻ എന്താണ്? ഇതാണ്. ഇനി മൂന്നാമത്തെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന റൂട്ട് കോംപ്ലെക്സും ഡിഫറൻറ്റുമാണെങ്കിൽ നമ്മുടെ സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. അപ്പോൾ ഇത് 3 നിങ്ങൾ പഠിച്ചു വെക്കണം. ക്ലിയർ ആകുന്നുണ്ടല്ലോ? ഇത് 3 പഠിച്ചു വെച്ചാലേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഇവിടെ നമുക്ക് കിട്ടിയ റൂട്ട് നിങ്ങൾ നോക്ക്. ഇവിടെ നമുക്ക് കിട്ടിയ റൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3ഉം 2ഉം ആണ്. ഇതെന്താണ്? റിയലാണ്, ഡിഫറൻറ്റുമാണ്. അപ്പം റിയലും ഡിഫറൻറ്റും ആണെങ്കിൽ ഇതാ കേസ് 1 അല്ലേ വരിക.
ഡിസ്റ്റിങ്ക്റ്റ് റിയൽ റൂട്ട്സ്. ഡിസ്റ്റിങ്ക്റ്റ് എന്ന് വെച്ചാൽ എന്താ? ഡിഫറെൻറ്റ്. അപ്പോൾ ഡിഫറെൻറ്റ് റിയൽ റൂട്ട് ആണെങ്കിൽ എന്താണ് സൊല്യൂഷൻ വരിക? y ഈക്വൽ ടു C1 x⁻m1 + C2 x⁻m2. നമ്മളിതിന് മുന്നേ ഇതുപോലൊരു കേസ് പഠിച്ചത്. ഇവിടെ ഇ ആണ് വരിക, ഇതിലെന്താകും? അടിയിൽ എക്സ് ആണ് വരിക. അപ്പം ആ സൊല്യൂഷൻ അവിടെ എഴുതി കൊടുക്കുക. y ഈക്വൽ ടു C1 x⁻m1 + C2 x⁻m2. ഇനി C1 m1 എന്താണ്? 3 + C2 m2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2. ഇത് ഇത്രയേ വരുന്നുള്ളൂ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സോൾവ് 4x² y ഡബിൾ ഡാഷ് പ്ലസ് 24xy ഡാഷ് പ്ലസ് 25y ഈക്വൽ ടു 0. തന്നിട്ടുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമുക്കറിയാം. ഇവിടെ x² കണ്ടാൽ തന്നെ നിങ്ങൾ ഓർത്തോളൂ അത് ഊളർ ഇക്വേഷൻ ആണോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം. അപ്പോൾ ഊളറിൻ്റെ സ്റ്റാൻഡേർഡ് ഫോം ഞാനിവിടെ എഴുതിയിട്ടുണ്ട് അല്ലേ? കോഷീസ് ഊളർ ഇക്വേഷൻ്റെ സ്റ്റാൻഡേർഡ് ഫോം ഇതാണ്. y ഡബിൾ ഡാഷിൻ്റെ കൂടെ ഇവിടെ എന്തുണ്ട്? x² ഉണ്ട്. y ഡാഷിൻ്റെ കൂടെ എന്തുണ്ട്? എക്സും പി ഓഫ് എക്സും വേണം അല്ലേ? അതായത് എക്സ് ആയാലും കുഴപ്പമില്ല, പി ഓഫ് എക്സ് അവിടെ 1 ആണെന്ന് നമുക്ക് കരുതാം. 24x ഉണ്ട്. വൈൻ്റെ കൂടെ സം എന്തുണ്ട്? ക്യൂ ഓഫ് എക്സ് ഉണ്ട്. ഇവിടെ ഇനി വൈ ഡാഷും വൈയും തന്നെയാണെങ്കിലും കുഴപ്പമില്ല. കാരണം എന്തുകൊണ്ടാണ്? ഇവിടെ എക്സ് വരണം. അതൊരു ഇതാണ് ഞാൻ പറയുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈ ഡാഷിൻ്റെ കോയിഫിഷ്യൻ്റ് അവർ പറയുന്നത് കോഷീസ് ഊളർ ഇക്വേഷനിൽ പി ഓഫ് എക്സും എക്സും വരണം എന്നാണ് പറയുന്നത്. അപ്പം എപ്പോഴും നിങ്ങൾ ഓർത്തോളൂ വൈ ഡാഷിൻ്റെ കൂടെ എക്സ് ഉണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി. അവിടെ ഇനിയിപ്പം എക്സ് അല്ലാണ്ട് വേറെ ഒന്നും ഇല്ലയെന്ന് വെച്ചോ, അതിൻ്റെ അടുത്ത് അവിടെ പി ഓഫ് എക്സ് 1 ആയിരിക്കും എന്നാ. അതേപോലെ വൈ തന്നെ തന്നാലും കുഴപ്പമില്ല, കാരണം ക്യൂ ഓഫ് എക്സ് 1 ആണെന്ന്. അപ്പോൾ ഒരു സെക്കൻഡ് ഓർഡറിൽ കോഷീസ് ഊളർ ഇക്വേഷൻ ആണോ എന്ന് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാം? x² ഉണ്ടോ എന്ന് നോക്കുക വൈ ഡബിൾ ഡാഷിൻ്റെ കൂടെ, വൈ ഡാഷിൻ്റെ കൂടെ എന്തുണ്ടോ നോക്കുക? എക്സ് ഉണ്ടോ എന്ന് നോക്കുക. അപ്പോൾ നമുക്കറിയാം ഇവിടെ എല്ലാം ഉണ്ട്. ഇതെന്താണ്? കോഷീസ് ഊളർ ഇക്വേഷൻ ആണ്. അപ്പം ഇത് സോൾവ് ചെയ്യാൻ നമ്മൾ ആദ്യം ചെയ്യുന്നത് എന്താണ്? വൈ ഡബിൾ ഡാഷിന് വൈക്ക് നമ്മൾ എന്താ കൊടുക്കുക? x⁻m ഉം വൈ ഡാഷിന് m × x⁻m−1 ഉം വൈ ഡബിൾ ഡാഷിന് m × m−1 × x⁻m−2 ഉം കൊടുക്കും. ഇനി 4x² × m × m−1 × x⁻m−2 + 24x × m × x⁻m−1 + 25x⁻m ഈക്വൽ ടു 0. ഞാൻ പറഞ്ഞു ഇവിടെ നിന്ന് എക്സ് എല്ലാം കൂടി എന്തായി പോകും? x⁻m ആയി പോകും. അത് ഞാൻ നിങ്ങൾക്ക് ഒന്നുകൂടി ചെയ്ത് കാണിച്ചു തരാം. നമുക്കറിയാം ഇതിനെങ്ങനെ എഴുതാം? 2x വന്നു കഴിഞ്ഞാൽ ഞാൻ എക്സ് എഴുതി കൊടുക്കാം, എന്നിട്ടോ മേലെയുള്ള സാധനം ഒരുമിച്ച് അങ്ങ് കൂട്ടി എഴുതുക. ഇവിടെ എന്താ ഉള്ളത്? 2 കൂട്ടണം. ഇവിടെ എന്താ ഉള്ളത്? m−2. പിന്നെ അടിയിലുള്ളത് m × m−1 + 24x. ഇവിടെ എക്സിൻ്റെ മേലെ നമുക്കൊന്നും കാണുന്നില്ല, അതിൻ്റെ അർത്ഥം അവിടെ എന്താ ഉള്ളത്? 1. ഇവിടെ എക്സിൻ്റെ മേലെ എന്താ ഉള്ളത്? m−1. അതായത് ഒന്നുമില്ല, 2 എണ്ണോ 3 എണ്ണോ ഒക്കെ ആയിക്കോട്ടെ, ഒരു എക്സ് എഴുതിയിട്ട് മേലെയുള്ളതെല്ലാം കൂടി ഒരുമിച്ച് കൂട്ടി എഴുതുക, അത്രയേ ഉള്ളൂ. + 25x⁻m ഈക്വൽ ടു 0. ഈ +2ഉം -2ഉം ക്യാൻസൽ ചെയ്ത് പോകുമല്ലോ. അപ്പോൾ എന്താകും? x⁻m ആകും. m × m−1 + 24. ഈ -1ഉം +1ഉം ക്യാൻസൽ ആയിപ്പോയാൽ അവിടെ എന്താ പിന്നെ ഉള്ളൂ? x⁻m + 25x⁻m. അപ്പോൾ ഞാൻ നിങ്ങളോട് ആദ്യമേ പറഞ്ഞില്ല, നമ്മൾ ഈ എക്സുകളൊക്കെ ക്യാൻസൽ ചെയ്ത് ഒന്ന് റീഅറേഞ്ച് ചെയ്ത് വരുമ്പോൾ ലാസ്റ്റ് നമുക്ക് എക്സിൻ്റെ ഒരൊറ്റ ടേമേ ഉണ്ടാകുള്ളൂ, x⁻m. ഇനി അടുത്ത സ്റ്റെപ്പ് എന്തായിരുന്നു? x⁻mനെ അങ്ങ് പുറത്തെടുക്കുക. അപ്പം 4 × m × m−1 + 24. ഇവിടെ ഒരു m ഉണ്ട്, എഴുതാൻ വിട്ടുപോയതാ. 24m + 25 ഈക്വൽ ടു 0. ഇനിയോ ഇതിനപ്പുറത്തോട്ടേക്ക് കൊണ്ടുപോയിക്കൂടെ? അതിന് മുന്നേ ഈ 4mനുള്ളിലോട്ട് ഇൻറ്റു ചെയ്യുക. 4m × m എന്താ? 4m² മൈനസ് 4m × -1 -4m + 24m + 25 ഈക്വൽ ടു 0 ഡിവൈഡഡ് ബൈ x⁻m. ഇവിടെ ഗുണിച്ചത് അവിടെ പോകുമ്പോൾ എന്താകും? ഹരണമാകും. ഇത് തന്നെയാണ് 0 ആണ്. 4m² -4. ഇതെങ്ങനെയാണ് ചെയ്യാം? ഇതിൻ്റെ കോയിഫിഷ്യൻസ് എമ്മിൻ്റെ കൂടെ അവിടെ എന്താ ഉള്ളത്? -4. ഇവിടെ എമ്മിൻ്റെ കൂടെ എന്താ ഉള്ളത്? 24. ഒരു മൈനസും പ്ലസും കൂടി വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? തന്നിരിക്കുന്ന നമ്പറുകൾ തമ്മിൽ കുറയ്ക്കുക. 24 4 പോയാൽ 20. എന്നിട്ടോ ഏതാണോ വലിയ നമ്പർ അതിൻ്റെ സൈൻ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതെന്താ വരും? +20 + 20m + 25 ഈക്വൽ ടു 0. അപ്പോൾ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്താ ചെയ്യേണ്ടത്? റൂട്ട് കണ്ടുപിടിക്കുക. അപ്പോൾ ഞാൻ എന്താ -p ± ആ ഇക്വേഷനൊക്കെ എഴുതിയിട്ട് ഞാൻ അതിലത് കൊടുത്തു.
കൊടുത്ത സമയത്ത് എനിക്ക് ലാസ്റ്റ് ഇങ്ങനെ കിട്ടി. ഇതാ നമുക്ക് ഇതാ റൂട്ടിൻ്റെ ഉള്ളിൽ 0 ആയിരിക്കും കിട്ടുക. ഈ പ്ലസ് ഓർ മൈനസിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതിക്കൂടെ? അത് ഞാൻ പ്ലസ് കൊടുത്ത് എഴുതി, പിന്നെ ഞാൻ മൈനസ് കൊടുത്തിട്ടും എഴുതി. ഇനിയോ -20 + 0 എന്ന് പറഞ്ഞാൽ -20, -20 - 0 എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? -20. കിട്ടുന്ന രണ്ട് സാധനം ഇവിടെ സെയിം ആണ്. ഇനി ഇതിനെ ഞാൻ എങ്ങനെ എഴുതിയത്? ഇതാ -20നെ ഞാൻ 2 × -10 എന്നും ഇതിനെ 2 × 4 എന്നും എഴുതി. രണ്ടും ക്യാൻസൽ ചെയ്ത് പോയാൽ -10/4 കിട്ടും. ഇതിനൊന്നും കൂടി ഞാൻ 2 × 5 എന്നും 2 × 2 എന്നും എഴുതിയിട്ട് ക്യാൻസലാക്കി -5/2 എന്ന് കിട്ടി. അപ്പോൾ രണ്ട് റൂട്ടും എന്താണ്? സെയിം ആണ്. കോംപ്ലക്സ് റൂട്ട് അല്ല, റിയൽ ആണ് അല്ലേ? അപ്പോൾ രണ്ട് റൂട്ടും ഈക്വലും റിയലും ആണെങ്കിൽ നമ്മുടെ സൊല്യൂഷൻ എന്തായിരിക്കും? y(x) കേസ് 2 നോക്കുക. റിയൽ ഡബിൾ റൂട്ട്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റിയൽ ഈക്വൽ റൂട്ട്സ്. നമുക്ക് കിട്ടിയത് റിയലുമാണ് ഈക്വലുമാണ്. അങ്ങനെയാണെങ്കിൽ സൊല്യൂഷൻ എന്താണ്? y = c1 + c2 ln x × x⁻m. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. സോൾവ് ദ ഇനിഷ്യൽ വാല്യൂ പ്രോബ്ലം. 4x² y + 17y = 0, y of 1 = -1, y dash of 1 = -1/2. അപ്പോൾ നമുക്കറിയാം നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? 4x² y + 17y = 0. എന്തായിരുന്നു ഊളേഴ്സിൻ്റെ സ്റ്റാൻഡേർഡ് ഫോം? x² y + x × p of x × y dash plus q of x × y = 0. ഇവിടെ y ഡാഷിൻ്റെ ടേം ഇല്ല അല്ലേ? കാരണം 0 ആയി പോയതുകൊണ്ടാണ്. അത് കുഴപ്പമില്ല. നമുക്കറിയാം അതാ വൈൻ്റെ ടേം ഉണ്ട്, പിന്നെ y ഡബിൾ കൂടെ ഇവിടെ എന്തുണ്ട്? x² ഉണ്ട്. സോ അതെന്താണ്? ഊളർ കോഷീസ് ഇക്വേഷൻ ആണ്. അങ്ങനെയാണ് നമ്മൾ ആദ്യം എന്താ ചെയ്യുക? y ഡബിൾ ഡാഷിന്, അതായത് വൈക്ക് എന്ത് കൊടുക്കും? x⁻m. y ഡാഷിന് എന്താ കൊടുക്കുക? m × x⁻m-1. y ഡബിൾ ഡാഷിന് എന്ത് കൊടുക്കും? m × m-1 × x⁻m-2. ഇതിൽ കൊടുക്കുക. അപ്പോൾ എന്ത് വരും? 4x² × m × m-1 × x⁻m-2 പ്ലസ് 17y എന്താണ്? x⁻m = 0 അല്ലേ? ഇനിയോ ഈ എക്സിൻ്റെ ഒക്കെ ഒരുമിച്ച് എഴുതിക്കൂടെ? ഈ 2ഉം അതിനോട് ഈ m-2ഉം കൂടി അങ്ങ് കൂട്ടുക. m × m-2 പ്ലസ് 17 x⁻m = 0 പ്ലസ് x⁻m -2ഉം +2ഉം ക്യാൻസൽ ചെയ്ത് പോകും. m × m-2 പ്ലസ് 17 x⁻m = 0. x⁻m രണ്ട് സ്ഥലത്തുണ്ട്, ഞാൻ അതിനെ പുറത്തെടുത്തു. 4m × m-2 പ്ലസ് 17 = 0. ഈ 4mനുള്ളിലോട്ട് ഇൻറ്റു ചെയ്ത് എന്താ വരിക? 4m² മൈനസ് 4 × 2 എന്താണ്? 8 ഇൻറ്റു m എന്താണ്? m പ്ലസ് 17 = 0. ഈ x⁻mന് അപ്പുറത്തോട്ട് കൊണ്ടുപോയ ഹരണമാകും 0 ആയി. അപ്പോൾ നമുക്ക് കിട്ടിയ ഇക്വേഷൻ എന്താണ്? 4m² മൈനസ് ഇവിടെ -1 ആണ് കേട്ടോ. അതാ അപ്പോൾ 4 × -1 ഇവിടെ -1 ആണ്. അപ്പോൾ ഇവിടെ 4m ആണ് വരുന്നത്. ഒന്ന് തിരുത്തിയേക്ക്. അപ്പോൾ നമുക്ക് കിട്ടിയ ഇക്വേഷൻ എന്താണ്? 4m² - 4m + 17. ഇനി എന്ത് കണ്ടുപിടിക്കുക? റൂട്ട് കണ്ടുപിടിക്കുക. അപ്പം ഇത് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് റൂട്ടിൻ്റെ ഉള്ളിൽ -256 കിട്ടും. അപ്പം മൈനസ് പോയിക്ക് നമ്മൾ അവിടെ എന്തിട്ട് കൊടുക്കണം? i ഇട്ട് കൊടുക്കണം. എന്താണ് √256 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 16. അപ്പോൾ 4 ± 16i/8 കിട്ടും. ഇനി ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം 16ൽ 4 കോമൺ ആണ്, 8ൽ 4 കോമൺ ആണ്. അപ്പോൾ ക്യാൻസൽ ചെയ്ത് കളയാം. നിങ്ങൾക്ക് ഡയറക്റ്റ് ക്യാൻസൽ ചെയ്താൽ മതി. മനസ്സിലാവാത്തവർക്കാണ് പറയുന്നത്. ഞാൻ ഈ 16നെ എന്തെന്ന് എഴുതി? 4 × 4 എന്ന് എഴുതി. 8നെ ഞാൻ 4 × 2 എന്ന് എഴുതി. ഇപ്പോഴോ ഈ 4ഉം ഈ 4ഉം ഞാൻ വെട്ടിക്കളഞ്ഞു. ഒരിക്കലും നിങ്ങൾ ഓർത്തുകൊള്ളുക, രണ്ടെണ്ണമാക്കി വെട്ടാൻ പാടില്ല. എവിടെയൊക്കെ ഉണ്ടോ അത് മൊത്തത്തിലേ വെട്ടിക്കളയാൻ പാടുള്ളൂ. അപ്പോൾ ഇവിടുന്ന് 4 പോയാൽ പിന്നെ അവിടെ 1 ഉള്ളൂ. ഇവിടുന്ന് ഒരു 4 പോയാൽ ബാക്കി അവിടെ ഒരു 4ഉം ഒരു iയും. ഇവിടുന്ന് 4 പോയാൽ പിന്നെ എന്തോ ഉള്ളൂ? 2. ഇനി നമുക്കിതിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാമല്ലോ. എങ്ങനെയാണ് സ്പ്ലിറ്റ് ചെയ്ത് എഴുതുക? ഇതിനെ 1/2 ± 4i എന്ന് എഴുതാം അല്ലേ? അപ്പോൾ 1/2 ± 4i/2 എന്ന് എഴുതാം അല്ലേ? എന്നിട്ടോ 1/2
പ്ലസ് 4i/2 എന്ന് 1/2 മൈനസ് 4i/2 എന്ന് ഞാൻ കൊടുത്തു. ഇനി 4/2 എന്ന് പറഞ്ഞാൽ 2 ആണ്, അത് ഞാൻ ഇവിടെ എഴുതി. അപ്പോൾ നമുക്ക് 2 റൂട്ട് കിട്ടി. ഈ റൂട്ട് എന്ന് പറയുന്നത് ഇതാ ഇവിടെ i വരുന്നുണ്ട്. അപ്പോൾ ഇത് എന്ത് റൂട്ടാണ്? കോംപ്ലക്സ് റൂട്ടാണ്, പക്ഷേ ഡിഫറെൻ്റ് ആയിട്ടുള്ള റൂട്ടാണ്. അപ്പോൾ കോംപ്ലക്സും ഡിഫറെൻറ്റും ആയിട്ടുള്ള റൂട്ട്സ് വരികയാണെങ്കിൽ എന്തായിരുന്നു സൊല്യൂഷൻ വരിക? എന്താ, 2 ഡിസ്റ്റിങ്ക്റ്റ് അല്ലെങ്കിൽ 2 ഡിഫറെൻറ്റ് കോംപ്ലക്സ് റൂട്ട്സ് വന്നു കഴിഞ്ഞാൽ ഇതാണ് സൊല്യൂഷൻ. y = x⁴α × c1 cos β ln x പ്ലസ് c2 sin β ln x. ഇനി എന്താണ് ആൽഫ, എന്താണ് ബീറ്റ എന്ന് അറിയണ്ടേ? ഈ സാധനം എന്താണിതാ, ഇത് നമുക്ക് എന്തായിരുന്നു, അതായത് ഇതിൻ്റെ ജനറൽ ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൽഫ ± i ബീറ്റ അല്ലേ. നമ്മളുടെ എന്താണ് 1/2 ± 2y അല്ലേ. ആൽഫ എന്ന് പറയുന്നത് ഇവിടെ കിടക്കുന്നത്. അപ്പോൾ ആൽഫ എന്താണ് 1/2. ഐൻ്റെ കൂടെ എന്താണോ അതാണ് ബീറ്റ. ഇവിടെ ഐൻ്റെ കൂടെ എന്താ ഉള്ളത്? 2. അതിന് ഈക്വേഷനിൽ കൊടുത്തൂടെ? അപ്പം y of x = x⁻⁴ ആൽഫ എന്താണ് 1/2 c1 cos ബീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ln x പ്ലസ് c2 sin 2 ln x എന്ന് വരും. അപ്പോൾ സൊല്യൂഷൻ കിട്ടി. ഇനിയോ നമുക്കറിയാം ചോദ്യത്തിൽ എന്ത് തന്നിട്ടുണ്ട്? ഇനിഷ്യൽ കണ്ടീഷൻ തന്നിട്ടുണ്ട്. ആദ്യത്തെ ഇനിഷ്യൽ കണ്ടീഷൻ എന്താണ്? y of 1 = -1. ഇതെന്തിനാ ഇനിഷ്യൽ കണ്ടീഷൻ തരിക? c1ൻ്റെയും c2ൻ്റെയും വാല്യൂ കണ്ടുപിടിക്കാനാണ്. അപ്പം y of 1 എന്ന് പറയുന്നത് എന്തിലാണ് അപ്ലൈ ചെയ്യുക? y-യിലാണ്. ഇനി ഇതിൻ്റെ അർത്ഥം എന്താണ്? ബ്രാക്കറ്റിൽ കിടക്കുന്നത് x-ൻ്റെ വാല്യൂ, ഇവിടെ കിടക്കുന്നത് ഇതാ ഇതിൻ്റെ വാല്യൂ. അപ്പം ഈ y-ക്ക് ഞാൻ എന്ത് കൊടുത്തു? -1 കൊടുത്തു. അതിവിടെ തന്നിട്ടില്ലേ? ഇനി x-നൊക്കെ എന്ത് കൊടുക്കുക? 1 കൊടുക്കുക. അപ്പം 1/2 ഇൻറ്റു c1 cos 2 ln 1 പ്ലസ് c2 sin 2 ln 1 -1 = 1ൻ്റെ പവർ എന്ത് വന്നാലും ഉത്തരം 1 ആയിരിക്കും. 1ൻ്റെ മുകളിൽ 0 വന്നോട്ടെ, 1ൻ്റെ മുകളിൽ എന്ത് തന്നെ വന്നാലും ഉത്തരം എന്തായിരിക്കും? 1 തന്നെയായിരിക്കും. അപ്പോൾ 1 ഇൻറ്റു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 തന്നെ. ഇനി 1 അവിടെ പ്രത്യേകിച്ച് എഴുതണമെന്നില്ല. ഇനി ln 1ൻ്റെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ln 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 ആണ്. അപ്പോൾ ഇതെന്താണ്? 0. 0 × 2 എന്താണ്? 0. അപ്പോൾ cos 0 പ്ലസ് c2 അവിടെ ln 1 വന്നുകൊണ്ട് അതും 0 ആയിപ്പോയി. അപ്പോൾ -1 = ഇനി cos 0ൻ്റെ വാല്യൂ എന്താണ്? 1. sin 0ൻ്റെ വാല്യൂ എന്താണ്? 0 × c2 ഫുള്ള് 0 ആയിപ്പോയി. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് വരും? c1. അപ്പോൾ c1 = എന്ത് കിട്ടി? -1 കിട്ടി. ഇനി അടുത്ത ഇനിഷ്യൽ കണ്ടീഷൻ എന്താ തന്നിട്ടുള്ളത് നമുക്ക്? y' of 1 = -1/2. ഇതിൻ്റെ അർത്ഥം എന്താ? ബ്രാക്കറ്റിൽ കിടക്കുന്നത് എക്സും ഇവിടെ കിടക്കുന്നത് y'-ൻ്റെ വാല്യൂ. y' = -1/2. ഇത് എന്തിലേ കൊടുക്കാൻ പാടുള്ളൂ? y' കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ y അറിയാം, y' കണ്ടുപിടിക്കണം. ഞാൻ y' കണ്ടുപിടിക്കാൻ എന്തിനെ ഡിഫറൻസിയേഷൻ ചെയ്യണം? ഇതിനെ ഡിഫറൻസിയേഷൻ ചെയ്യണം. അപ്പോൾ എപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട് എക്സ് ഇൻറ്റു എന്ന് പറഞ്ഞിട്ട് എക്സിൻ്റെ 2 വേരിയബിൾ ഇങ്ങനെ ഇൻറ്റു ചെയ്ത് വന്നു കഴിഞ്ഞാൽ അവിടെ എന്ത് റൂൾ യൂസ് ചെയ്യണം? പ്രോഡക്റ്റ് റൂൾ യൂസ് ചെയ്യണം. അതായത് നമ്മൾ എന്തിനാണോ ഡിഫറൻസിയേഷൻ ചെയ്യാൻ പോകുന്നത് അതിനെ നമുക്ക് ഒരൊറ്റ എണ്ണമാക്കി എഴുതാൻ പറ്റുന്നില്ല. അത് 2 എണ്ണമായിട്ടാണ് കിടക്കുന്നത് എങ്കിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യണം? പ്രോഡക്റ്റ് റൂൾ യൂസ് ചെയ്യണം. അപ്പം പ്രോഡക്റ്റ് റൂൾ എന്താണ്? ഫസ്റ്റ് ഫംഗ്ഷനും ഒരെണ്ണം സെക്കൻഡ് ഫംഗ്ഷനും ആക്കി എടുക്കുക. ഞാൻ x⁻²1/2 ഫസ്റ്റ് ഫംഗ്ഷനും ആ ബ്രാക്കറ്റിൽ കിടക്കുന്നതിൻ്റെ സെക്കൻഡ് ഫംഗ്ഷനും ആക്കി എടുത്തു. അങ്ങനെയാണെങ്കിൽ എന്താണ് പ്രോഡക്റ്റ് റൂള്? ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു രണ്ടാമത് കിടക്കുന്ന ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ്. നമ്മൾ എന്തിനാണ് ഡിഫറൻസിയേഷൻ ചെയ്യുന്നത്? എക്സിന് അല്ലേ. c1 ഇൻറ്റു എന്താണ്? കോസ്. ഇവിടെ സാധാരണ നമ്മൾ കോസ് എക്സിനല്ലേ ഡിഫറൻസിയേഷൻ ചെയ്യുക. എക്സിന് പകരം ഇവിടെ കിടക്കുന്നത് എന്താണ്? 2 ln x. നമുക്കറിയാം കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? -sin x ഇൻറ്റു ഇവിടെ ഉള്ളതിൻ്റെ ഡെറിവേറ്റീവ് 1 അല്ലേ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറ കോസ് 2 ln xൻ്റെ ഡെറിവേറ്റീവ് എന്താ വരിക? -sin ഇവിടെ ഉള്ളത് അതേപോലെ എഴുതി കൊടുക്കുക ഇൻറ്റു ഇവിടെ ഉള്ളതിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? 2 ln xൻ്റെ ഡെറിവേറ്റീവ് 2 കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് അതേപോലെ ഇട്ടു. ln xൻ്റെ ഡെറിവേറ്റീവ് എന്താ? 1/x, അതായത് 2/x എന്ന് വരും. ക്ലിയർ ആയോ? അപ്പം ഇവിടെ എന്താ വരിക? -sin 2 ln x ഇൻറ്റു 2/x പ്ലസ് c2. അങ്ങനെയാണെങ്കിൽ sin 2 ln xൻ്റെ എന്താ വരിക? സൈനിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? കോസ് 2 ln x അതുപോലെ എഴുതി ഇൻറ്റു ഇതിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? 2/x പ്ലസ്. ഇനി അടുത്തത് എന്താ? ആദ്യം നമ്മൾ എഴുതിയത് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ. ഇനിയോ ഫസ്റ്റ് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് എഴുതുക. x⁻²1/2ൻ്റെ ഡെറിവേറ്റീവ് എന്താ വരിക? 1/2 ഇൻറ്റു x⁻² - 1.
അല്ലേ? എക്സ് റേസ് ടു എന്നിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? n ഇൻറ്റു എക്സ് റേസ് ടു n മൈനസ് 1. എൻ്റെ സ്ഥാനത്ത് ഇവിടെ എന്താ കിടക്കുന്നത്? 1/2 ഇൻറ്റു സെക്കൻഡ് ഫംഗ്ഷൻ എഴുതി കൊടുക്കുക. അതായത് ഇത് ഫംഗ്ഷൻ അതുപോലെ എഴുതി കൊടുക്കാം. c1 cos 2 ln x പ്ലസ് c2 sin 2 ln x ഈക്വൽ ടു എന്താ വരിക? എക്സ് റേസ് ടു 1/2 ഇൻറ്റു ഈ മൈനസ് ഇൻറ്റു c1 മൈനസ് c1 മൈനസ് c1 ഇൻറ്റു 2 എന്താണ്? മൈനസ് 2c1. ബാക്കി എന്താ അവിടെ ഉള്ളത്? ഈ മൈനസ്, അതായത് മൈനസ് ഇൻറ്റു c1 മൈനസ് c1 മൈനസ് c1 ഇൻറ്റു 2 പിന്നെ അടിയിലൊരു എക്സും കൂടി ഇല്ലേ? അതും കൂടി ഇവിടെ ഇട്ട് കൊടുക്കുക. ബാക്കി അവിടെ എന്താ ഉള്ളത്? സൈൻ 2 ln x സൈൻ 2 ln x പ്ലസ് c2. ഈ 2 ln x എന്ന് പറഞ്ഞാൽ സൈനിൻ്റെ കൂടെ ഉള്ളതാണ്. അപ്പോൾ അതിനെ വേറെ ഒന്നും നിങ്ങൾ ചെയ്യാൻ പാടില്ല. അത് തമ്മിൽ ഇൻറ്റു ചെയ്യുക, ഒന്നും ചെയ്യാൻ പാടില്ല. ഇവിടെ ഇനി എന്താ ഉള്ളത്? c2 ഉണ്ട്, ഒരു 2 ഉണ്ട് അല്ലേ? അപ്പോൾ c2 ബൈ ഈ എക്സ് എഴുതി കൊടുക്കുക. ബാക്കി എന്താ ഉള്ളത്? cos 2 ln x. ഇനിയോ പ്ലസ് 1/2 എക്സ് റേസ് ടു 1/2 മൈനസ് 1 എന്താ? 1/2 എന്നൊന്ന് കുറച്ചാൽ എന്താണ്? മൈനസ് 1/2 c1 cos 2 ln x പ്ലസ് c2 sin 2 ln x എന്ന് വരും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? y ഡാഷ് കിട്ടി. ഇനി ഈ വാല്യൂ ഇട്ട് കൊടുത്തൂടെ? y ഡാഷിന് മൈനസ് 1/2, എക്സിന് എന്ത് ഇട്ട് കൊടുക്കുക? 1 ഇട്ട് കൊടുക്കുക. ഇതെന്താകും? 1ൻ്റെ മേലെ എന്ത് തന്നെ വന്നാലും ഉത്തരം 1 ആണ്. മൈനസ് 2c1 അടിയിലുള്ള 1 ഒരു കാര്യവുമില്ല, അത് തന്നെയായിരിക്കും വരിക. ഇനി ln 1ൻ്റെ വാല്യൂ എന്താണ്? 0 ഇൻറ്റു 2 എന്താണ്? 0. അപ്പോൾ അവിടെ എന്ത് വരും? സൈൻ 0 പ്ലസ് 2c2 ഇതെന്തായിപ്പോയി? 0. അപ്പം കോസ് 0 പ്ലസ് ഇതെന്ത് വരും? 1/2 ഇൻറ്റു 1ൻ്റെ മേലെ എന്ത് തന്നെ വന്നാലും അതിൻ്റെ ഉത്തരം എന്തായിരിക്കും? 1 ആയിരിക്കും. c1 ഇവിടെ ln 1 എന്തായിപ്പോയി? 0 ആയിപ്പോയി. 0 ഇൻറ്റു 2 എന്താണ്? 0. അപ്പോൾ അവിടെ എന്താ വരിക? cos 0 പ്ലസ് c2 sin 0 ദാറ്റ് ഈസ് മൈനസ് 1/2 ഈക്വൽ ടു സൈൻ 0 എന്താണ്? 0 ആണ്. അപ്പോൾ ഇത് ഫുൾ എന്തായിപ്പോയി? 0 ആയിപ്പോയി. cos 0ൻ്റെ വാല്യൂ 1 ആണ്. അപ്പോൾ അവിടെ എന്ത് വരും? 2c2 പ്ലസ് 1/2 ഇൻറ്റു cos 0 എന്താണ്? 1 ആണ്. 1 ഇൻറ്റു c1 എന്താണ്? c1. ഇതെന്താണ്? 0. അപ്പം മൈനസ് 1/2 ഈക്വൽ ടു 2c2 പ്ലസ് 1/2 c1 എന്ന് വരും. ഇനി c1ൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടില്ലേ? അതായത് c1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് 1 ആണ്. അത് നിങ്ങൾ ഇവിടെ ഇട്ട് കൊടുക്കുക. അപ്പം മൈനസ് 1/2 ഈക്വൽ ടു 2c2 പ്ലസ് 1/2 ഇൻറ്റു മൈനസ് 1 എന്താ വരിക? 2c2 മൈനസ് 1/2 എന്ന് വരില്ലേ? അപ്പം മൈനസ് 1/2 ഈക്വൽ ടു 2c2 മൈനസ് 1/2. ഇനി ഈ മൈനസ് 1/2 ക്യാൻസൽ ആയി പോകൂലേ? ഇതിനെ അപ്പുറത്തോട്ട് കൊണ്ടുപോയാലോ? ഇവിടെ മൈനസ് ചെയ്ത 1/2 ഇങ്ങോട്ട് വരുമ്പോൾ എന്ത് ചെയ്യണം? കൂട്ടണം. ഈക്വൽ ടു 2c2. ഒരേ സാധനം മൈനസും പ്ലസും വന്നാൽ അതെന്തായിപ്പോയി? 0 ആയിപ്പോയി. അങ്ങനെയാണ് c2 എന്താ വരിക? അതായത് 2c2 0 ആണെങ്കിൽ c2 എന്താ വരിക? ഈ 2നെ അങ്ങോട്ട് കൊണ്ടുപോകുക. ഇവിടെ ഗുണിച്ച 2 ഇവിടെ ചെല്ലുമ്പോൾ ഹരിക്കും. അപ്പോൾ c2 നമുക്ക് എന്ത് കിട്ടി? 0 കിട്ടി. ഇനി നമ്മൾ സൊല്യൂഷൻ എഴുതിക്കൂടെ? നമ്മൾ സൊല്യൂഷൻ എന്തായിരുന്നു? y ഓഫ് എക്സ് ഈക്വൽ ടു ഇതിൽ ഇനി c1ന് പകരം എന്തിട്ട് കൊടുക്കുക? -1ഉം c2ന് പകരം 0 ഇട്ട് കൊടുക്കുക. അപ്പം y ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് റേസ് ടു 1/2 ഇൻറ്റു -1 ഇൻറ്റു cos 2 ln x. ഇത് 0 അല്ലേ? അപ്പോൾ ഇത് ഫുള്ള് 0 ആയിപ്പോവും. അത് എഴുതേണ്ട ആവശ്യമില്ല. അപ്പം മൈനസ് എക്സ് റേസ് ടു 1/2 cos 2 ln x എന്ന് വരും. അപ്പം ഇതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സോൾവ് x² y ഡബിൾ ഡാഷ് പ്ലസ് xy ഡാഷ് മൈനസ് 4y ഈക്വൽ ടു x².